വെൽക്കം ടു ബോറിംഗ് ഹൗസ്. ഇന്ന് നമ്മൾ ഉണ്ണി മുകുന്ദന്റെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ കണ്ടുവച്ച് വന്നേക്കാണ്. സാധാരണ നമ്മൾ അടിച്ചു കഴിയുമ്പോഴാണ് തലയ്ക്ക് കെട്ടുവരുന്നത്. ഇത് മൂവി കണ്ട് ഇറങ്ങിയിട്ട് 2 മണിക്കൂറായിട്ട് തല നേരെ ആയിട്ടില്ല. അതുപോലുള്ള ഒരു മൂവിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇതിന് ഏറ്റവും താങ്ക്സ് പറയേണ്ട സത്യം പറഞ്ഞ ഉണ്ണി മുകുന്ദനോടാ. ഒരു ബിഗ് സല്യൂട്ട് തന്നെ കാരണം ഒരാളും ഇങ്ങോട്ട് പടം ചെയ്യില്ല, പടം ചെയ്യാൻ പറ്റില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, വലിയ വലിയ KGF പോലുള്ള വലിയൊരു മൂവി പോലെ ഒരു സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു വയലൻസ് പടം ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ലെ, ആക്ഷൻ പടത്തിൽ ഞാൻ എപ്പോഴും ജോൺ വിക്ക് ഫസ്റ്റ് ആണ് പറയുന്നത്, ഇതാണ് ആക്ഷൻ എന്ന്. പക്ഷെ ഈ പടത്തിൽ കാണിച്ചു വെച്ചേക്കുന്നത്, അതായത് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബാക്ക് സൈഡിൽ ഇരുന്ന ലേഡി ക്ലൈമാക്സിനോട് 5 മിനിറ്റ് മുന്നേ പോയി തിരിച്ച് നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങി ചോദിക്കുമ്പോഴാണ് അവര് വൊമിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇങ്ങനെ പോവാണെങ്കിൽ ഒരു പകുതി സീനുകളും ബാൻ ചെയ്യപ്പെടും. തീർച്ചയായിട്ടും സിനിമ തന്നെ ബാൻ ചെയ്യപ്പെടും. ഇപ്പൊ കാണാൻ പോകുന്നവർക്ക് സിനിമ അടിപൊളിയായിട്ട് കട്ടില്ലാതെ കാണാൻ. അത് തന്നെ, ഇന്നോ നാളെയോ ഈ പടം അല്ലെങ്കിൽ ഒന്നുകിൽ ഇത് ബാൻ ചെയ്യപ്പെടും, അതല്ലെങ്കിൽ ഈ സീനൊക്കെ ഉറപ്പായിട്ട് കട്ടടിച്ചു പോകും. ഡെഫിനറ്റ്ലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൂട്ടൊരു പടം എത്ര വർഷമായിട്ട് സിനിമ ആണ് നമ്മള് ഒരുപാട് അഭിനയത്തിന് സാധ്യതയുള്ള പടം, ആക്ഷൻ പടം എല്ലാം നമ്മൾ കാണുന്നത്. പക്ഷെ ഇത്ര തലയ്ക്ക്, അതായത് എനിക്ക് മൂവി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്റെ തലയുടെ പുറത്ത് ഒരു 50 കിലോ വെയിറ്റ് കയറ്റി വെച്ചേക്കുന്ന കൂട്ടാ. എനിക്ക് എന്തോ ഡിപ്രഷൻ. അതായത് ലേഡീസ് എല്ലാം തിയേറ്ററിൽ കുനിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട്, പലരും കേൾക്കുന്നുണ്ട് ഞാനാ, അതായത് അയ്യോ അതെന്താ ഇവര് പറഞ്ഞൊന്നും എത്തിയില്ലല്ലോ, അത്ര വലിയ വയലൻസ് ഒന്നും ഇല്ലല്ലോ. സെക്കൻഡ് ഹാഫിൽ ഈ പറഞ്ഞാടെ ഒന്നും സൗണ്ട് ഇല്ല. സത്യം. ഒരാള് പോലും ഇപ്പൊ അഭിനയത്തിനെ പറ്റി പറയാനാണ് ഇതിനകത്ത് ഭയങ്കര അഭിനയ മുഹൂർത്തമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഹനീഫ് അതിന് കേട്ടിട്ടില്ല. ഇതൊരു വിഷ്വൽ എഫക്റ്റ് ആണ്. ഓണസദ്യ എന്നൊക്കെ പറയുന്നത് തൊട്ട് ഉണ്ണി മുകുന്ദനും ഹനീഫും കൂടെ ചേർന്നിട്ടൊരു സദ്യ കൊടുത്തേക്കുവാണ്, വയലൻസിന്റെ സദ്യ. അതിപ്പോ എന്താ പറയുന്നത്, നമുക്ക് കഥയൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് കയ്യും കാലും തലയും വെട്ടുന്നതല്ല വയലൻസ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആദ്യത്തെ പടം. കുറച്ചു നാൾ മുന്നേ കില്ലായിരുന്നു ഏറ്റവും അടിപൊളി വയലൻസിൽ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ. കടത്തി വെട്ടി മോനെ വിചാരം എന്താ പറയുക, കൈ വെട്ടുക, കണ്ടോ തുണ്ടോ ആക്കുക. പക്ഷെ ഈ ഒരു സാധനത്തിന് കാണിച്ചേക്കുന്ന വയലൻസ് ഒരു ഹോളിവുഡിൽ പോലും, ഞാൻ ഇന്ന് വരെ ഞാനിപ്പോ ഐസ് പിറ്റോണി ഒരു ഗ്രേവ്സ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടുള്ള കുറെ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര വയലൻസ് കാണിക്കാനുള്ള ധൈര്യം മറ്റേ ഏതൊരു പടത്തിൽ പറയുന്ന തൊട്ട് ഈ ധൈര്യം വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. ധൈര്യമാണ് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നോക്കേണ്ടത് ഉണ്ണി മുകുന്ദൻ. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഈ ഒരു പാൻ ഇന്ത്യ സ്റ്റാറിലോട്ട് പോകാൻ പോവാണ്. ഈ പടത്തിന് കേരളത്തിൽ കിട്ടുന്ന റിസപ്ഷൻ ഒന്നും ആയിരിക്കത്തില്ല പുറത്ത് കിട്ടുന്നത്, ഇതിന്റെ 10 ടൈംസ് അല്ലെ 20 ടൈംസ് ആയിരിക്കും. അതുപോലത്തെ ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകൾ, അതിന്റെ അപ്പുറത്ത് നമുക്ക് തിയേറ്ററിൽ സ്ക്രീനിൽ നിന്ന് നമ്മൾ കണ്ണെടുത്തോണ്ട് ഓടും. അതുപോലുള്ള വയലൻസ് ആണ് ചെയ്തു വെച്ചേക്കുന്നത്. ആ സ്റ്റണ്ട് ഓർമ്മയില്ലേ, അമ്മാതിരി സ്റ്റണ്ട്. ആ സ്റ്റണ്ട് എന്ന് പറയുന്നത് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, ഒരു സ്റ്റെയർ കേസ് വെച്ചുള്ള ഫൈറ്റ് സീൻ. അതെനിക്ക് തോന്നുന്നു ഒറ്റ ഷോട്ടിലങ്ങ് എടുത്ത് വിട്ടേക്കുകയാണ്. അത് ഉണ്ണി മുകുന്ദൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്തെന്നോ അതല്ലേ അത് എങ്ങനെ ആ സ്റ്റണ്ട് ക്രിയേറ്റ് ചെയ്തെന്നോ ഒരു ഐഡിയ ഇല്ല. ക്യാമറ എടുത്ത ലെവല് അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയത് അറിയോ, ഫൈറ്റിനെ കാട്ടിയും വയലൻസിനെ കാട്ടിയൊക്കെ ആ ചർച്ച വെച്ചുള്ള ഡയലോഗ്. മലയാള സിനിമയിൽ പല ഡയലോഗുകളുണ്ട്, നടേശ കൊല്ലണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫേമസ് ആകുന്നത്. ഉണ്ണി മുകുന്ദൻ ആ ചർച്ച വെച്ചിട്ട് 2 വരി ഡയലോഗ്. സത്യം. അമർ അക്ബർ ആന്റണി പൃഥ്വിരാജ് പറയാം, നീ ആ 2 വരി ഒന്ന് പറഞ്ഞു, ഇതാണ് ആ 2 വരി. അതെ, 2 വരി. ആ വരിക്കകത്ത് ആ തിയേറ്റർ, അതായത് ഞങ്ങൾ ഫുൾ പാക്ഡ് തിയേറ്റർ ആണ്, ഒരു മണ്ണ് വാരിയിടാൻ സ്ഥലമില്ല. ആ തിയേറ്ററിനകത്ത് ഇരുന്നുകൊണ്ട് ഫുൾ ആളുകൾ കൈയടിച്ച്, അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് ആ മ്യൂസിക് വരുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു പള്ളിയിൽ വെച്ചിട്ടാണ് ഈ ഡയലോഗ് കാച്ചുന്നത്. 2 വരി 3 വരി. ആ പടത്തിന് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പുഷുണ്ട്, ഒരു മൈലേജ്. നമ്മൾ വെച്ചാൽ ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് ആ ഡയലോഗിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ജഗദീഷിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര റോളാണ്. ജഗദീഷിന് എന്താ ഈ ഒരു പ്രായത്തിൽ ഇതുപോലെ ഭയങ്കരമായിട്ടാണ് എന്താ പറയാ, അങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കാൻ പറ്റിയ വാക്കുകളല്ല. ഇല്ല, ജഗദീഷ് ഭയങ്കരമാണ്. ശ്രദ്ധിക്കോ എന്റെ മോനെ അല്ലെ, എല്ലാം പോയി, ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇതോടുകൂടി തീർന്നു. അതാണ് അത് ഭയങ്കരമായിട്ടുള്ള റോളാണ്. അതായത് നമ്മള് മറ്റേ നിവിൻ പോളിയുടെ പടത്തിന്റെ സ്പിൻ ഓഫ് ആണെന്നൊക്കെ വെച്ച് പറയുമ്പോ അത് വെച്ചിട്ട് ഇത് നോക്കുമ്പോ ആടും പോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ജഗദീഷിന്റെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയുമ്പോ ഇൻഹരിയർനാറൊക്കെ പഴയ കാലത്ത് ഇത് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആണ്. അതെ, ഈ സിനിമ വെച്ച് വേറെ കമ്പാരിസൺ എന്നുള്ള സംഭവം ഇല്ല.
കമ്പാരിസൺ ഇല്ല. ഇപ്പൊ നമ്മള് മമ്മൂട്ടിയുടെ ഒരു പടം പറയുമ്പോൾ മോഹൻലാലിന്റെ ഒരു പടം പറയും, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും. പക്ഷെ ഇതിനങ്ങനെ പറ്റില്ല. ലോകത്ത് തന്നെ കമ്പാരിസൺ ഉണ്ടോ? ഈ വയലൻസ് അത് കാണിക്കേണ്ട രീതിയിലാണ് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് തോന്നിയത്, അത് VFX ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് അത്ര നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോഴേ കാണും. ഇപ്പൊ സപ്പോസ് ആ ബ്ലഡ് തെറിക്കുന്ന സീനുകൾ, എഡിറ്റിംഗിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച്, നമ്മളെ കൂട്ടുകാരെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ ആ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക, നമുക്കത് റിയാലിറ്റിയിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. റിയാലിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചെറിയ ഇഷ്യൂസ് അത് നമ്മൾ അത്രയും നമ്മളൊരു യൂട്യൂബിൽ സംസാരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല അടിപൊളിയായിട്ട് രവി ബസൂർ കൊടുത്തിട്ടുള്ളതാണ്. ഓരോ സമയത്തിനനുസരിച്ചുള്ള ആ ഫൈറ്റ്, അതായത് ആ വയലൻസ് സീനുകളുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതും കൂടെ ആകുമ്പോഴാണ് തല മരവിക്കുന്നത്. എന്റെ തലേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഓടിയാൽ മതി എന്നുള്ളതാണ്. കാരണം നമ്മൾ വയലൻസ് എന്ന് അവര് പറഞ്ഞെങ്കിലും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ കുറച്ച് 1-2 ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, അതോടുകൂടി അവസാനിക്കുന്നതാണ് നമ്മള് വിചാരിക്കണം. പക്ഷെ ഇത് ഒരു രക്ഷയില്ല. കാരണം ഇത് കാണേണ്ടവർക്ക് നമുക്ക് പറയാനുള്ളത് ഒരു 2 ദിവസത്തിനുള്ളിൽ കണ്ടു. അതല്ലെങ്കിൽ ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്താണേലും ഇത് വെട്ടി കണ്ടെന്നുണ്ടോ ആക്കാം. അതെ, ഇത് പീസാക്കിയിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം എടുത്ത് കളയും. കാരണം 8 മിനിറ്റ് ഇത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത ശേഷമാണ് ഈ പടം ഇങ്ങനെ എത്തിയേക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ആ 8 മിനിറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ തിയേറ്ററിലുള്ള പല ആളുകൾ അവിടെ തല ഇറങ്ങി വീണേനെ. കാരണം ഇതിനെക്കാട്ടി നല്ലൊരു വയലൻസ് പടം നമുക്ക് എക്സാമ്പിൾ ഇല്ല. നമുക്ക് എന്തിനും എക്സാമ്പിൾ ഉണ്ട്. സച്ചിനെ നമ്മൾ കോഹ്ലിയായിട്ട് കമ്പയർ ചെയ്യും, മോഹൻലാൽ മമ്മൂട്ടിയായിട്ട്. പക്ഷെ ഈ പടത്തിന് കമ്പയർ ചെയ്യാൻ നിങ്ങൾ അഭിനയം പ്രതീക്ഷിച്ചാൽ പോകുന്ന നിങ്ങൾക്ക് വലുതായിട്ടൊന്നും കാണത്തില്ല. കാരണം ഇത് അഭിനയിക്കാനുള്ള സമയമില്ല. ഇത് ഫസ്റ്റിലെ തന്നെ ഒരു 100-110 സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഒരു ലംബോഗിനി പോകുന്നതൊരു ഫോട്ടോ ആണ്. എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് നമ്മുടെ കണ്ണ് തെള്ളി വരും. അതായത് ഞാൻ കണ്ടതാണ്, ആ തിയേറ്ററിൽ ഇരുന്ന ഒരു 30 to 40% അല്ലെ മുഴുവൻ ലേഡീസും ക്ലൈമാക്സ് ആയപ്പം തല കുനിച്ചിരിക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു, ചിലർ ഇറങ്ങിപ്പോകുന്നു. കാരണം അപ്പൊ പുറത്തിറങ്ങിയിട്ട് നമ്മൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പടം എന്തെങ്കിലും രീതി, അവര് പറയാ പടം അടിപൊളി, പക്ഷെ കണ്ടിരിക്കാനുള്ള മനക്കെട്ടി ഇല്ല എന്ന്. ആ രീതിയിലാണ് പറയുന്നത്. അമ്മാതിരി രീതിയിലോട്ടാണ് ഇതിന്റെ പോകുന്നത്, വേറെ ഒരു ലെവല്. അതുപോലെ ഇന്ത്യയിലെ വയലൻസിൽ ഏറ്റവും നിറഞ്ഞു നിന്നിരുന്നൊരു പടമാണ് കില്ല്. ആ കില്ലിനെ ഈ പടം കില്ല് പറയാം. KGF ഒരു സ്റ്റാൻഡ് എന്ന് പറയാം, ആ ഒരു സെറ്റ് ചെയ്ത സാധനമായിരുന്നു. KGF ഒക്കെ ഒരു ബാർ സെറ്റ് ചെയ്തു, KGF എടുത്ത് താഴെ അടിച്ചു. അതായത് KGF ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമല്ല, പക്ഷെ ഇത് വേറൊരു ലെവല് പടമാണ്. അതിനകത്ത് എനിക്ക് പലർക്കും പല സീനുകളായിരിക്കും സഹിക്കാൻ പറ്റാത്തത്. ആ കുഞ്ഞിനെ കൊല്ലുന്ന സീൻ, അത് ഓർക്കുമ്പോ തന്നെ 2 ചെവിയിൽ നിന്ന് എന്തൊക്കെയോ തെറിച്ചു പോകുന്ന അവസ്ഥയാണ് വരുന്നത്. ഒന്നും നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് ചെയ്തേക്കുന്നത്, ഒറ്റ കാര്യം പറയുന്നുള്ളൂ, പോയി കാണുന്നതിന് മുന്നേ വീട്ടിലുള്ള അമ്മ, അനിയത്തി, ഭാര്യ ഇവരോടൊക്കെ കാര്യം പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ടുപോവുക. അല്ലെങ്കിൽ ഇവരുടെ ഇന്ന് തല്ലു കൊള്ളാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. ഇനി നമ്മൾ പോകുമ്പോ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പോവാ, കാണണോ വേണ്ടായോ എന്ന്. കാരണം ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യം ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ. പടം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുന്ന കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് വേറെ ലെവലാണ്. ഒരു വട്ടം കൂടെ പറയുന്നത്, ഉണ്ണി മുകുന്ദനും ഹനീഫിനും ഭയങ്കര സല്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്ന രവി ബസൂറും, ഇത് വേറെ ലെവല് പടം. ഇതൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത്. അപ്പോ എല്ലാരും പോയി കാണുക തീർച്ചയായിട്ടും.